എല്ലാവരും സുഖമായിരിക്കുന്നോ? നമുക്കിന്നൊന്ന് സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാലോ. അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പോകാം. അപ്പോൾ എല്ലാവർക്കും വിനീസ് കിച്ചണിലേക്ക് സ്വാഗതം. അതിന് വേണ്ടി ഒരു കിലോ ചിക്കൻ മേടിച്ച് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ക്ലീൻ ചെയ്ത് വരഞ്ഞ് വെച്ചിരിക്കുവാണ്. ലെഗ് പീസ് ആണെങ്കിൽ അടിപൊളിയാണ്. ലെഗ് പീസ് ഞങ്ങളെടുത്ത് വറുത്ത് ടേസ്റ്റി ആയതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ബാക്കിയുള്ള പീസസ് എടുത്ത് വെച്ച് വരഞ്ഞ് വെച്ചതാണ്. അതിനകത്ത് ഞാൻ ഒരു 1/4 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂണും പിന്നെ ഉപ്പ് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. വിനാഗിരി ഇല്ലെങ്കിൽ നമുക്ക് നാരങ്ങാനീര് ഒരു 1/2 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ഒഴിച്ചാൽ മതി. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ച് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിനകത്ത് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് പൊടികളും കൂടെ ഉണ്ട് ആഡ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ആ പൊടികൾ എടുക്കാം. ഇനി ഞാൻ കാശ്മീരി നല്ല മുളക് പൊടി 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ 1.5 ടേബിൾ സ്പൂൺ ഉപ്പ് ഒരു 1/4 ടീസ്പൂൺ പിന്നെ അജ്വൈൻ ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കോൺഫ്ലവർ ഒരു 2 ടേബിൾ സ്പൂണും പിന്നെ നമ്മുടെ കടലമാവ് 2 ടേബിൾ സ്പൂണ് ചിക്കൻ മസാല 1 ടേബിൾ സ്പൂണും പിന്നെ കുറച്ച് കസൂരി മെത്തി. ഇതിനകത്ത് പ്രത്യേകത കസൂരി മെത്തിയും അജ്വൈനും ഇടുന്നതാണ്. അത് രണ്ടും കൂടി ഇടുമ്പോൾ നല്ലൊരു സ്മെല്ലും നല്ല ടേസ്റ്റുമാണ്. അജ്വൈനൊക്കെ വയറ്റിനൊക്കെ നമ്മുടെ ഗ്യാസിൻ്റെ പ്രോബ്ലത്തിനൊക്കെ നല്ലതാണ്. അപ്പം അതൊന്നും വരാതെ ഹെവി ആകാതെയൊക്കെ ഇരിക്കും. നമ്മൾ ചിലപ്പം ചിക്കനൊക്കെ വറുത്തത് കഴിക്കും ഭയങ്കര ഹെവിയല്ലേ, ഹെവി ആകുമല്ലോ. അപ്പോൾ ഇതിട്ട് നമ്മൾ ഇതിനകത്ത് എല്ലാം മാഗ്നേറ്റ് ചെയ്ത് ഇനി നമ്മുടെ തൈരും കൂടെ 2 ടേബിൾ സ്പൂൺ നല്ല കട്ട പുളിയില്ലാത്ത തൈരും കൂടെ ഒഴിക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ മാഗ്നേറ്റ് ചെയ്ത് കുഴച്ച് നമ്മൾ അരമണിക്കൂർ ആദ്യം ചെയ്ത് വെച്ചു. അത് വെളിയിലെടുത്തിട്ട് പിന്നെ ഇതും കൂടെ ഇതാക്കി ഒരു അരമണിക്കൂർ കൂടെ ഫ്രിഡ്ജിൽ വെക്കണം. അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വറക്കാം. ഇത്രയും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള അജ്വൈനൊക്കെ ഇടുന്നതുകൊണ്ട് വയറ്റിന് ഒരു കുഴപ്പമില്ല, ഹെവി ആയിട്ട് തോന്നത്തേ ഇല്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വയ്ക്കാമേ. ഒരു കടായിക്കകത്ത് ഞാനിവിടെ സൺഫ്ലവർ ഓയിലിലാണ് ചെയ്യുന്നത്. അത് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റി. പിന്നെ അത് ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണയിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് എണ്ണ ചൂടായിട്ട് വേണം വറുക്കാൻ. ഒരു പീസായിട്ട് വറുക്കാനിടണം. എന്നിട്ട് വറുക്കാനിടുമ്പം ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ട് വേണം അത് മറിച്ചിടാൻ, അല്ലെങ്കിൽ അതിൻ്റെ കോട്ടിങ് എല്ലാം അങ്ങ് പോകും. അപ്പം കോട്ടിങ് നന്നായിട്ട് മുരിഞ്ഞ് വരണം. അപ്പം കുറച്ച് നേരം ആ എണ്ണയിൽ നല്ല ചൂടായിട്ടുള്ള എണ്ണയിൽ ഇതാക്കി. ഇപ്പം കണ്ടോ, കോട്ടിങ് ഒന്നും ഇളകിപ്പോകാതെ നല്ല കട്ടിക്ക് തന്നെ നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിടണം. തിരിച്ചിട്ടിട്ട് അതും ആ സൈഡും കൂടെ നന്നായിട്ട് മുരിയണം. ഇങ്ങനെ ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഒരുമാതിരി മുരിഞ്ഞ് കഴിയുമ്പം നല്ല ഇതിൻ്റെ കളറ് ഞാൻ കാണിക്കാം. നല്ല ഒരു ബ്രൗൺ, നല്ല കടുത്ത ബ്രൗൺ കളറാകുമ്പം ഈ ഒരു പരുവാകുമ്പം എടുത്ത് മാറ്റുക. ആദ്യം നല്ല ഹൈ ഫ്ലെയിമിലാണ് എണ്ണ ചൂടാക്കി അതിനകത്ത് വറുക്കാനിടേണ്ടത്. അത് വറുക്കാനിട്ട് കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിലാക്കണം. എന്നിട്ട് വറുത്ത് കോരണം. എന്ന് വെച്ചാൽ ചിക്കൻ്റെ അകത്തൊക്കെ വേവണ്ടേ. കണ്ടോ, നല്ല അടിപൊളി ചിക്കനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാനിടുന്ന വീഡിയോസ് കിട്ടണമെങ്കിൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് കിട്ടത്തുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ. താങ്ക് യു. അപ്പോൾ എല്ലാവരും ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല. അപ്പം ബൈ. അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക് യു.